ആ സ്വത്രം 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 ഒന്നുകൂടി വായിച്ച പാസ്റ്റേ. രണ്ടാമത്തെ എപ്പിസോഡാണ്. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ നമ്മൾ തിരിച്ചു കളഞ്ഞോ? അല്ലാതെ അതോ കുഞ്ഞുങ്ങളെ പോലെ ഇരിക്കുകയാണ് ഇപ്പോഴും? ഞാൻ നിങ്ങൾ ചിന്തിക്കണം. ഞാനൊരു ആത്മീയ ശൈശവസ്ഥയിലായിരിക്കുന്നോ? ശിശുക്കൾക്ക് എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട്. ഇപ്പോൾ അവന് കട്ടിയാഹാരമൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ജനിച്ച ശിശുക്കളെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളാണ്, തീരെ കുഞ്ഞാണ്. അതിനൊക്കെ ഇച്ചിരി ചാളയും കപ്പയും കൂടി വെച്ച് കൊടുത്താൽ തിന്നാൻ പറ്റുമോ? അതിനെ പറ്റിയ ആഹാരങ്ങൾ മാതാപിതാക്കൾക്ക് അറിയാം. അതിനനുസരിച്ച് ചെറിയ ചെറിയ ആഹാരങ്ങൾ കൊടുത്ത്, അപ്പോൾ കൊടുത്ത് വളർത്തിയെടുക്കുക വിശ്വാസികളെ. ചെറിയ ചെറിയ ആദ്യം പഠിപ്പിക്കേണ്ട ഉപദേശം എനിക്ക് കർത്താവ് വെളിപ്പെടുത്തുന്നത് തമ്മിൽ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. തമ്മിൽ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. വിശ്വാസികൾ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിക്കാൻ പഠിപ്പിക്കും. ഈ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറയുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ മോളും മരുമോനും കൂടി വന്നിട്ട് പറഞ്ഞു, പപ്പയോട് ഞങ്ങൾ മിണ്ടാതൊക്കെ ഇരിക്കുന്നു. ഞാൻ ഉപദേശം കട്ടിയായിട്ട് പറയുന്നുണ്ട്. ഇതിന് നമ്മൾ ഭയങ്കര എതിരെന്നല്ല, ഒരു വല്ലാത്തൊരിത് കട്ടിയായിട്ടൊക്കെ ഇരിക്കും. പിന്നെ ഞാൻ എൻ്റെ കട്ടിയായി ജോലിയും കൂലിയും കളഞ്ഞിട്ട് വന്നിട്ട് ഈ വെള്ളം ചേർത്ത് മായം ചേർത്ത് കൊടുത്തോണ്ടിരുന്നിട്ട് എന്താ പറയുക, കർത്താവിനെ അടിക്കും. അതുകൊണ്ട് എനിക്കത് പേടിയാണ്. വചനം ഉള്ളതുപോലെ ഞങ്ങൾ പറയാന്നുള്ളതാണ്. അവരൊന്നും പപ്പയോട് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കുറ്റബോധം, അതുകൊണ്ട് ഞങ്ങൾ വന്ന് മുണ്ടുക, യഥാസ്ഥാനം ആയിക്കോ, ഇല്ലെങ്കിൽ അടി കിട്ടും. അപ്പം അവർക്ക് യഥാസ്ഥാനപ്പെടാനൊരു ചിന്ത കർത്താവ് കൊടുത്തു. അങ്ങനെ അവരൊന്ന് യഥാസ്ഥാനപ്പെട്ടു. അപ്പനമ്മ ബന്ധം, സാഹോദര്യ ബന്ധം, അവിടെ എല്ലാം നമ്മൾ എങ്ങനെയായിരിക്കണം? പക്വതയോടെ, പരിജ്ഞാനത്തോടെ, ദൈവസ്നേഹത്തിൽ വേണം ഇടപെടാൻ. ഈ യോഹന്നാന്റെ ലേഖനം പഠിച്ചു വരുമ്പോൾ ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. എന്നാൽ പുതിയതല്ല, അത് പഴയ കൽപ്പന തന്നെ. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിന് വേണ്ടി ഒരു അധ്യായം മാറ്റി വെച്ചിരിക്കുകയാണ് പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം. ആ 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു എന്ന് എന്തിനാ എഴുതി വെച്ചേക്കുന്നത്? ഞാൻ പലപ്പോഴും പ്രാർത്ഥനയിൽ കർത്താവിനോട് ഇതെന്ത് ഈ വാക്യം എൻ്റെ ഉള്ളിൽ വരാനുള്ള കാരണം? നിങ്ങൾക്ക് മനസ്സിലായോ എന്താണുള്ള കാരണം? ഒന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അറിയാമെങ്കിൽ മനസ്സിലായെങ്കിലൊന്ന് പറഞ്ഞിട്ട്. അല്ല, ശൈശവാവസ്ഥയിൽ കിടന്ന് സ്നേഹിക്കാൻ പറ്റില്ലെന്ന് നമുക്ക്. ശൈശവാവസ്ഥയിൽ കിടന്ന് തമ്മിൽ സ്നേഹിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. ശിശുക്കൾക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ഇപ്പോൾ എൻ്റെ കുഞ്ഞ് ഞാനൊരു അടി കൊടുത്തു കഴിയുമ്പോൾ കരഞ്ഞ് മാറിയിരിക്കും. ഇനി പപ്പടിയും മിണ്ടത്തില്ല, വഴക്കിട്ടില്ല, ഭയങ്കര വഴക്കില്ല. കാരണം ശിശുവാണ്. കുറച്ച് കഴിയുമ്പോൾ വന്ന് പിന്നെ അടിക്കും. പിന്നെയും എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ വഴക്കിടുമ്പോൾ പിന്നെയും മാറിയിരിക്കും. എല്ലാം എപ്പോഴും വഴക്ക് പറഞ്ഞു കളഞ്ഞു, എന്നെ അങ്ങനെ ചെയ്തു, ഇനി ഇങ്ങനെ ചെയ്തു. കുഞ്ഞുങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ശൈശവാവസ്ഥ വിട്ട് ഒരു ആത്മീയ വളർച്ചയിലേക്കും ആത്മീയ വർധനവിലേക്കും ആത്മീയ നിറവിലേക്കും വരുന്ന ഒരു ക്രിസ്ത്യ ജീവിതമുണ്ട് നമുക്ക്. എന്നാൽ മാത്രമേ തമ്മിൽ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ, തമ്മിൽ ബഹുമാനിക്കാൻ പറ്റത്തുള്ളൂ, തമ്മിൽ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ശൈശവാവസ്ഥയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന് ഇതൊന്നും വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഒരു ആത്മീയ വളർച്ച നമുക്ക് ആവശ്യമാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ അത് കർക്കശമായൊരു ഉപദേശിച്ചു. അതിൻ്റെ ഓർമ്മ ശരിയെങ്കിൽ പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങളൊന്ന് വായിക്കാം. പ്രവൃത്തി 9-ന്റെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വന്ന സഭയ്ക്ക് എന്ത് വ്യത്യാസം ഉണ്ടായിരുന്നു നോക്കാം. 9-ന്റെ 31 വായിക്കാം. 9-31. സഭയ്ക്ക് സമാധാനം ഉണ്ടായി. സഭ ആത്മീയവർദ്ധന പ്രാപിച്ചും പെരുകിക്കൊണ്ടിരുന്നു. ആത്മീയ വളർച്ച പ്രാപിച്ചുകൊണ്ടിരുന്നു, ആത്മീയ വർദ്ധന പ്രാപിച്ചുകൊണ്ടിരുന്നു. എവിടെയുള്ള സഭകളാ? യഹൂദ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിൽ സഭയ്ക്ക് സമാധാനമുണ്ട്. ഈ സഭയ്ക്ക് സമാധാനമുണ്ടോ? സഭ കോടതി കയറുകയല്ലേ? സഭ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് സെക്രട്ടറി പക്ഷം, പാസ്റ്റർ പക്ഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഗ്രൂപ്പിസം പിടിച്ച് കോടതി കയറിക്കൊണ്ട് ഈ ചരിത്രം നിങ്ങൾക്ക് അറിയത്തില്ലേ? ഞാൻ പറയാതെ സമാധാനമില്ലല്ലോ സഭയ്ക്ക്. ആഗോള വേഗമായി ക്രൈസ്തവ സഭയെ നമ്മളെടുത്ത് പഠിക്കുമ്പോൾ സഭ ഒരു അഭിപ്രായമുള്ളവരല്ല, വിഭിന്നമായ അഭിപ്രായത്തിൽ നിൽക്കുക, വിഭിന്ന ആശയത്തിൽ നിൽക്കുക. അത് കാരണം എന്താ? എല്ലാവരെയും ഏകോപിച്ചുകൊണ്ട് ഒരു ഉപദേശത്തിന്റെ കീഴിൽ സഭ വന്നിട്ടില്ല ഇതുവരെ.
ശരിയല്ലേ? ആ, സഭയ്ക്ക് പലർക്കും പല ഉപദേശം. അപ്പൊ ഞാൻ അവിടെ അതുകൊണ്ട് പറയുന്നതാണ്, അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭകളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനൊരു ഭിന്നത കാണത്തില്ല, എല്ലാം ഒരുപോലെ പോകാൻ. ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ചത് ഫിസിക്കലായിട്ട് കാണുന്നതുകൊണ്ടാണ്, ആത്മീയ കാഴ്ചപ്പാടില്ലാത്തത്. അതാ വളർച്ചയില്ല, ഈ വളർച്ചയില്ല. അതാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ. ശിശു ആയിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു. പുരുഷനാകാതെ ശിശുവിനുള്ള തേച്ച് കളയത്തില്ല നമ്മൾ. പക്വത പ്രാപിക്കാതെ, വളർച്ച പ്രാപിക്കാതെ, ആത്മീയ വർധനവും പ്രാപിക്കാതെ നമുക്ക് അതിനനുസരിച്ച് ഇടപെടാൻ പറ്റത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു 3 മാസം മുമ്പാണോ, എല്ലാവരും വിശ്വാസികൾ അതുകൊണ്ട് കുഴപ്പമില്ല, ഒരു 3-4 മാസം മുമ്പാണോ ഒരു സഭയിൽ നടക്കുന്ന അടിയെക്കുറിച്ച് നിങ്ങൾ കണ്ടില്ലേ? എല്ലാവരും കണ്ടില്ലേ? ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു. ഒന്നുകൂടി പറയാം, അതിൽ അമ്മാമ്മയാണ് മുമ്പിൽ നിന്ന് അടിക്കാനുള്ളത്. എങ്ങനെ അസമ്മമാരെ സൂക്ഷിച്ചോണം കേട്ടോ. ദൈവം കൂടുതൽ പ്രാപിച്ചോണം, പ്രാർത്ഥിച്ചോണം, ഉപവസിച്ചോണം. പിശാചിന്റെ കരങ്ങളിൽ ആയുധങ്ങളാക്കി. ആ, സഭയല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നു സഭയല്ലെന്ന്, ലോകത്ത് കാണുമ്പോൾ പെന്തക്കോസ്ത് സഭയല്ലേ അത്? ആ, അതെന്താ സംഭവിച്ചത്? ഉപദേശം കൊണ്ട് സഭയെ ആത്മീയ വളർച്ചയിലേക്ക് നടത്തുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 കൊരിന്ത്യർ, അതാന്റെ കാര്യം. അപ്പൊ നമ്മൾ അതിന് കരുത്തന്മാരാകണം, പ്രാപ്തന്മാരാകണം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ ശിശുക്കളായി കിടന്നെങ്കിൽ നിരന്തരമായ പഠനങ്ങളും ഉപദേശങ്ങളും കൊണ്ട് അവരെപ്പോലെ അപ്പോസ്തലന്മാരെ ആയി തീർന്നെങ്കിൽ, പിന്നെ ഉപദേശിച്ച് ക്രിസ്തുവിന്റെ പത്രങ്ങളായി അവർ തീർന്നെങ്കിൽ എത്ര മനോഹരം അതല്ലേ നമ്മളാകേണ്ടത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എല്ലാവരും അങ്ങനെയാണ്, കുറെ കുരുത്തം കെട്ടവന്മാർ എന്നാലും അങ്ങനെ കാണും സഭയിൽ. അത് നമ്മൾ നോക്കണ്ടായിരുന്നു. അല്ല, അതിലേക്ക് നമ്മൾ വരണം, കാഴ്ചപ്പാടിലേക്ക് വരണം, അപ്പോസ്തലന്മാരുടെ കാഴ്ചപ്പാടിലേക്ക് വരണം. കർത്താവിന്റെ ആ പുതിയ നിയമസഭയുടെ ആദ്യത്തെ സഭകളുടെ ആത്മീയ നിലവാരം നമുക്കുണ്ടാകണം. അവരെ ഉപദേശിച്ചതുപോലെ നമ്മൾ ഉപദേശിക്കണം. ഇപ്പൊ ഉപദേശം തെറ്റിയോ? അവിടെ ബാലൻ സാറ്, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അദ്ദേഹത്തെ ഞാൻ വളരെ നന്നായിട്ട് അംഗീകരിച്ചിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം നല്ല വെട്ടിത്തുറന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പറയുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, സഭകളിൽ എന്താണ് ഇങ്ങനെ ഉപദേശം, വിഭിന്നമായ ഉപദേശങ്ങൾ നടക്കുന്നത് എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് പറയാൻ കർത്താവിൽ എനിക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ച പോലെ ഒരു പഠിപ്പിക്കൽ ഇന്ന് സഭയിൽ കാണുന്നില്ല. അതുകൊണ്ടാണ് ആ നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സഭയെ കർത്താവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ പഠിപ്പിച്ച അതേ പാറ്റേണിൽ, അതേ ഉപദേശത്തിൽ, അതേ ആത്മീയ നിലവാരത്തിൽ സഭയെ പഠിപ്പിച്ചാൽ സഭ ആരായി മാറും? എല്ലാവരും ഒരേ കാഴ്ചപ്പാടുള്ളവരായി മാറും. ഇവിടെ നമ്മൾ 9:31 വായിച്ചു. അതിനുശേഷം പ്രവൃത്തി 16 4-5 കൂടി വായിക്കാം. ഓക്കെ, വെള്ളം ഇവിടെയുണ്ട്, ഞങ്ങളുടെ വെള്ളമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. വെള്ളമുണ്ട്, ഗ്ലാസ് ഉണ്ട്, അതിനടുത്ത് നമുക്ക് ആവശ്യമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, നന്ദിയോട് സ്തോത്രം, സ്തോത്രം. ആ 16 അതൊന്ന് വായിച്ചാട്ടെ, ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 16 വായിച്ചു. 16 4-5 വാക്യങ്ങൾ. അവർ പട്ടണം തോറും ചെന്ന് യെരൂശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർ കേൾപ്പിച്ചു കൊടുത്തു. ശ്രദ്ധിച്ചേ ആ വാക്യം ശ്രദ്ധിച്ചേ, ഒന്നുകൂടി വായിച്ച പാസ്റ്റർ. അവർ പട്ടണം തോറും ചെന്ന് യെരൂശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പാലിക്കേണ്ടതിനെ അവർ കേൾപ്പിച്ചു. ഉണ്ടോ? അപ്പൊ അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന ഉപദേശം പാലിക്കണമെന്ന് മൂപ്പന്മാർ സഭയെ പറഞ്ഞു. ഇന്നത്തെ മൂപ്പന്മാർ വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പ്രസംഗ ഭാഷ കേട്ടാൽ നിങ്ങളൊന്നും അടുത്ത ക്ലാസ്സിൽ ചിലപ്പോൾ വന്നൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മൂപ്പന്മാർക്ക് തോന്നിയവർ പറഞ്ഞുകൊണ്ടിരിക്കുക. നോ, അപ്പോസ്തലന്മാർ വിധിച്ച പ്രമാണങ്ങൾ, വ്യവസ്ഥകൾ ഞങ്ങൾ വാക്കിനാലോ
ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ സഭയിൽ പഠിപ്പിച്ചു കഴിയുമ്പോൾ അവർ സ്നേഹിക്കാൻ തുടങ്ങും. അവർ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങും. അവർ പരസ്പരം ബഹുമാനിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അവർ പറയുന്നതെല്ലാം ഒന്നായിരിക്കും. സ്തോത്രം. അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. അവർ ക്രിസ്തുവിന്റെ സ്നേഹം അവരിൽ നിന്ന് ബഹിർഗമിക്കാൻ തുടങ്ങും. കാരണം ഉപദേശ സത്യങ്ങൾ ഹൃദയത്തിൽ ചെന്ന് കഴിയുമ്പോഴല്ലേ കാര്യങ്ങൾ വ്യക്തമായി വരത്തുള്ളൂ. ഉപദേശം കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നന്നായി ഈ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി. അപ്പൊ പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീരുന്നത് എങ്ങനെയാ? പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിക്കുമ്പോൾ. കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരെ ശ്രദ്ധയോടെ കേൾക്കണമേ എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. സഭയെ ഉപദേശം പഠിപ്പിച്ച് പാപത്ത് സ്വാതന്ത്ര്യം നീതിക്ക് ദാസന്മാരായി തീരണം. അപ്പോഴാണ് ദൈവത്തിന്റെ ദാസനാകുന്നത്. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ എപ്പോഴും പറയും, ദൈവദാസന്മാരാരാ? അപ്പൊ അദ്ദേഹം തരുന്ന മറുപടി, പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനാകുമ്പോൾ ദൈവത്തിന്റെ ദാസനാകും. പാപം ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെ ദൈവത്തിന്റെ ദാസനാകും? പാപം ചെയ്തുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ദാസനാകുന്നത് എങ്ങനെ? പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനാകണം. പാപം ചെയ്യുന്നത് നിർത്തിയിട്ട് നീതി ചെയ്യാൻ തുടങ്ങണം. നീതി ചെയ്യുന്നത് എന്താ? വചനമനുസരിച്ച് ജീവിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നമ്മൾ ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ ആത്മിക നിലവാരത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നവർക്കാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ ഓരോ സഭകളിൽ നിൽക്കുന്നവരാണ്. ഓരോ നേതൃത്വ നിരകളൊക്കെ നമുക്കുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ ഉപദേശവും നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ദർശനങ്ങളെല്ലാം ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ അതേ ദർശനം, അതേ ഉപദേശം, അതേ കാഴ്ചപ്പാട് അതൊരിക്കലും മാറ്റാൻ പാടില്ല. മാറ്റിക്കഴിഞ്ഞ പോയി, സഭ പോയി. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ഒരു ദൈവവൃത്യം പറയുന്ന ഒരു ഭാഗം, ദൈവസഭ നവീകരണം എന്ന് പറഞ്ഞൊരു പുസ്തകം താൻ എഴുതിയിട്ടുണ്ട്. ഞങ്ങളത് റീപ്രിന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ ഒരു കോപ്പി തരുന്നത്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവസഭ അതിൻ്റെ പാത വിട്ട് കറക്റ്റ് അബദ്ധ സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുക. ട്രെയിൻ പോകുന്നത് എവിടെ കൂടിയാ പോകുന്നത്? ഈ റോഡിൽ കൂടിയൊക്കെ ട്രെയിൻ പോകും. പാളത്തിൽ കൂടിയാണ് പോകുന്നത്. പാളം വിട്ട് കഴിഞ്ഞാൽ എന്താ പറ്റും? താലയും കുത്തി തറയിൽ കിടക്കും. ദൈവസഭയ്ക്ക് അതിന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഉപദേശം അപ്പോസ്തലന്മാർ തരുന്നുണ്ട്. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ, ആ പ്രമാണത്തിൽ അധിഷ്ഠിതമായിട്ട് വേണം ദൈവസഭ മുമ്പോട്ട് പോകാൻ. അവിടുത്തെ ശുശ്രൂഷകളും അവിടുത്തെ പഠിപ്പിക്കലും അവിടുത്തെ എല്ലാം 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 എല്ലാം. നിങ്ങൾ എന്നോട് പിണങ്ങരുത്. താങ്കളുടെ വീട്ടിൽ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനെയൊക്കെ പറയല്ലേ പാസ്റ്റർ എന്നൊന്നും പറയല്ലേ. സ്വത്രം. ഇനിയിപ്പം നമ്മൾ കണ്ടുപിടിക്കാനുള്ള മാർഗമായിട്ട് ദൈവസഭ കണ്ടുപിടിക്കുക അല്ലേ? ഒരു 19 പേരുണ്ടെങ്കിൽ ഒരു സഭ, ഒരു 10-60 പേരുണ്ടെങ്കിൽ സഭ. ചിലർക്കൊന്നും അത് പോരാ. ചിലർക്ക് എത്ര വേണം? 500 വേണം. പിന്നെ ചിലർക്ക് 1000 വേണം. ചിലർക്ക് 2000 വേണം. പാസ്റ്റേഴ്സ് സെമിനാറിന് വേണ്ടി തമിഴ്നാട്ടിൽ പോയ 2 പാസ്റ്റർമാരുടെ സംഭാഷണം ഞാൻ കേട്ടു. നമ്മളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ല. അപ്പൊ തമിഴൻ ചോദിക്കുക, പാസ്റ്റർക്ക് എത്ര പേര് ഇരിക്കാങ്ക? അപ്പോൾ ഈ പുള്ളി പറയാ, എനിക്കൊരു 10-300 പേരേ ഉള്ളൂ. 300 പേരെ വെച്ചിട്ട് ഇരിക്കുക പാസ്റ്ററായിട്ട്. എനിക്ക് 2500 இருக்கு. ഇങ്ങനെയുണ്ട്. எனக்கு அண்ணன் இருக்கு, அடுத்து இருக்கு 6000 வச்சிருக்காங்க. എനിക്ക് തമിഴ് കുറച്ചറിയാം, തമിഴ്നാട് കുറച്ച് അവിടെ 6000 அண்ணாச்சி வச்சிருக்காங்க. நான் 2300 பேர் வச்சிருக்காங்க. அந்த 300 400 5000 ஆகி கொஞ்ச நாள் கழிப்பா அண்ணாச்சியே போல நான் ஆயித்திருவோங்க. உங்களை 300 வச்சுட்டு இருப்பாங்க. என்ன ஐயா എവിടെ പോയി? പണ്ട് വാസവങ്ങൾ ചിരിക്കുമ്പോൾ ചിന്തിക്കുകയും കൂടി ചെയ്തോണം. എവിടെ പോയി? സപ്പോസ്തലന്മാർ നിർണയിച്ച വിധികളെ സഭയെ പഠിപ്പിക്കാതെ ആളെ കൂട്ടി എണ്ണം കൂട്ടി സ്തോത്രാഴ്ച വാങ്ങി അതിൻ്റെ ഭൗതികത്തിൽ സന്തോഷിക്കുന്ന ജഡികന്മാരും ലോകസ്നേഹികളും ദ്രവ്യാഗ്രഹികളുമായി നമ്മുടെ ശുശ്രൂഷ വൃന്ദങ്ങളിൽ നല്ലൊരു ശതമാനമായി തീർന്നില്ലേ എന്ന് ഓർത്താൽ സത്യമല്ലേ ഞാൻ പറയുന്നത്? സ്തേഫാനസിലെ പോലെ നിങ്ങളെല്ലാവരും കല്ലെറിഞ്ഞ് കൊല്ലും, ചാകട്ടെ. വണ്ടി പുള്ളി ഓടിച്ചിട്ട് നോക്കൂ.
സ്വത്രം. ദുഃഖം കൊണ്ട് പറയുക, വേദന കൊണ്ട് പറയുക. ഞാൻ മരുഭൂമി ജോലി ചെയ്തിട്ടിരുന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞു, കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ട് നീ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് പോകണം. ജോലി റിസൈൻ ചെയ്ത് പോകണം. അപ്പോൾ നോക്കിയപ്പോൾ ഒരു വീട് മാത്രം ഉണ്ടായ സാഹചര്യത്തിലുള്ള അവസ്ഥയുള്ളൂ. അപ്പോൾ വീടുണ്ടായി, അത് മതി, കൂടുതലൊന്നും എടുക്കണ്ട. കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇല്ലം നിൽക്കത്തില്ല, പൊക്കോ. ഉടനെ ഞാനിഞ്ഞ് പോകുന്നു. ഇവിടെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് കർത്താവിൻ്റെ ദാസന്മാരും പിതാക്കന്മാരായ ദാസന്മാരിൽ നിന്നൊക്കെ ഉപദേശങ്ങൾ പഠിക്കാനായിട്ട് ഇപ്പോൾ ഈ സംഭവം പിടികിട്ടി. അപ്പോസ്തലന്മാരുടെ ഉപദേശം കെട്ടുമുട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന വെച്ച് പോകണമെന്നുള്ളൊരു ക്ലോസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതേ കയറി പിടിച്ച് ഇതുവരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിൽ ഐ ആം ഹാപ്പി. കാരണം എൻ്റെ പ്രത്യാശ എന്താ? സ്തോത്രം. കാഹളം തൊലിച്ച് കർത്താവ് വരും. അതുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും ജനത്തെ പഠിപ്പിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ള ഏക ലക്ഷ്യമാണ് സ്തോത്രം എൻ്റെ ജീവിതത്തിലുള്ളതെന്ന് ഞാൻ സന്തോഷത്തോടെ പറയട്ടെ പ്രിയമുള്ളവരെ. അതിന് പലരും അതിന് എതിരായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ അതൊന്നും ഗണ്യമാക്കുന്നില്ല. പൗലോസ് പറയുന്നു, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായിട്ട് എൻ്റെ ഓട്ടവും ദൈവങ്ങളുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവ് തന്ന വേലയായത്. ഞാൻ തിരഞ്ഞെടുത്തൊന്നുമല്ല. സുവിശേഷ വേലയെന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഞാൻ പേടിച്ച് വരണ്ടു പോയൊരു പ്രവർത്തനമാണ്. സുവിശേഷ വിലയുണ്ടെന്ന് പറയുമ്പോൾ ഭാഗം മിണ്ടിപ്പോരെന്ന് പറയും. ഇനിയിപ്പോൾ നമ്മൾ സുവിശേഷ വില ചെന്ന് ചാടിയില്ലേ? കാരണം എന്താ? സ്തോത്രം. ആ വേണ്ടെന്ന് പറഞ്ഞവനെ അത് ചെയ്യാനായിട്ട് ദൈവം നിർബന്ധിച്ചു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, കർത്താവെ, ഞാൻ കർത്താവിൻ്റെ ദാസനായത് എത്ര സന്തോഷം. മരണാനന്തര ജീവിതം ഈ ഭൂമിയിൽ കിടന്ന് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും സ്വർഗത്തിൽ ചെന്ന് അങ്ങയോടൊപ്പം സന്തോഷിക്കാമെന്നുള്ള ഒരു വലിയ പ്രത്യാശയാണ് എന്നെ ഭരിക്കുന്നത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ദൈവസഭയെ ഉപദേശം കൊണ്ട് പോഷിപ്പിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പൽക്കാലം നിങ്ങളോട് ബുദ്ധി ഉപദേശിച്ചു. ഇനി ഞാൻ വചനത്തിലേക്ക് വരിക. സ്തോത്രം. നമ്മളിങ്ങനെ പോയാൽ സമയം ഒത്തിരി അങ്ങ് പോകും. നമുക്ക് കൃത്യസമയത്തൊക്കെ പോവുകയും ചെയ്യണം. അടുത്ത നമ്മൾ വചനത്തിലേക്ക് വരാം. ആസിയിൽ നിന്ന് ഹല്ലേലൂയ വായിച്ച വാക്യത്തിൻ്റെ കഷ്ടങ്ങളോടും താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ മതി, അവിടെ കേട്ടെ. 20-ാം വാക്യം വരെ നിൽക്കട്ടെ. 20 പിന്നെ വായിക്കണം. അപ്പൊ പൗലോസിന്റെ ഉപദേശം എന്തായിരുന്നു? പറഞ്ഞു, ആ വാക്യത്തിൽ നിന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങോട്ട് വായിച്ച് നിർത്തിയേ ഉള്ളൂ. അതിൽ നിന്ന് പറഞ്ഞോ മറുപടി? അല്ലല്ല. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ. നമ്മൾ കേൾക്കുന്നതൊക്കെ പ്രയോജനമുള്ളതാണ്. ഒരു ഗുണമില്ലാത്ത പ്രസംഗങ്ങളായിട്ട് പലരും കേൾക്കും. എന്തെങ്കിലും ആത്മവർദ്ധനമുണ്ടോ? ചില മെഗാ മീറ്റിംഗ് നടത്തി, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല, മെഗാ മീറ്റിംഗ് ഒക്കെ നടത്തി ആൾക്കാരെ കൂട്ടി 2000-3000 പേരെ കൂട്ടി വെച്ച് ഞാനും അതിൻ്റെ ഇടയിൽ ചെന്നിരുന്ന് നോക്കി നല്ലൊരു ചാപ്പാട് കിട്ടിയത്. ഉച്ചയായപ്പോൾ ഇറച്ചി മീൻ കൂട്ടി മൂക്കറ്റെ അടിച്ചിട്ട് സന്തോഷം ഒന്ന് വീശി സ്തോത്രം പറഞ്ഞ് പോകുന്നത്. ആത്മീയമായിട്ട് ഒരു ദുഃഖം കിട്ടിയില്ല, പട്ടിണി ഇരുന്നിട്ട് പോകും. ഇപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഭൗതിക ഭക്ഷണം കഴിക്കാനല്ല, ആത്മീക ഭക്ഷണം കഴിച്ച് അകത്തെ മനുഷ്യനെ എന്ത് ചെയ്യണം? ബലപ്പെടുത്തണം. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. പൗലോസ് പറഞ്ഞു, പുറമെയുള്ള നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമയുള്ള നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നമ്മുടെ പുറമെയുള്ള മനുഷ്യനെ മോടിപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അകമയുള്ളവൻ, ഞാൻ സാധാരണ പറയുന്ന ഭാഷ നിങ്ങൾ ക്ഷമിക്കണം, നമ്മുടെ അകമയുള്ള മനുഷ്യൻ ICU കിടക്കുക, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയും ഏകം വിളിച്ചോണ്ടിരിക്കുക. പുറമെയുള്ളവൻ എന്ത് ചെയ്യുക? കൂട്ടപ്പനായിട്ടിരിക്കുക. അകമയുള്ളവൻ എന്ത് ചെയ്യുക? പൗലോസ് എന്താ പറഞ്ഞത്? പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അതിന്റെ ബാക്കി ഭാഗം ആരെങ്കിലും കാണാതെ പറയാമോ? തൊടു നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അടുത്ത അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനം കിട്ടുവാൻ ഹേതുവാകുന്നു. ആദാം നഷ്ടപ്പെടുത്തിയ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും കുഴപ്പമില്ല, അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെട്ടിട്ട് ക്രിസ്താവിന്റെ അത്യന്ത ധനം ഞങ്ങൾ പ്രാപിക്കാനിടയായിത്തീരും. അതല്ലേ നമുക്ക് വേണ്ടത്? ഈ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ അകത്തെ മനുഷ്യനിൽ ദൈവം പകരുന്ന ആത്മശക്തിയും ദൈവകൃപയും ആ രൂപാന്തര ശരീരം. ഞാൻ ഈ രൂപാന്തര ശരീരത്തെ കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കണമെന്നറിയോ? രൂപാന്തര ശരീരം എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിച്ചു തരാം, വെളിപ്പാട് സ്വപ്നത്തിലൂടെയൊക്കെ. എൻ്റെ ഒരു ആഗ്രഹമല്ലേ, വേറെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. താവേ ആ രൂപാന്തര ശരീരത്തിൻ്റെ പ്രത്യേകത എന്താ? പൗലോസ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട് 21
സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21-ന്റെ 1 മുതൽ 5 വരെയുള്ളത് വായിച്ചാൽ ആ രൂപാന്തര സ്വരത്തിന്റെ ഒരു പ്രത്യേകത അവിടെ നമുക്ക് കാണാൻ കഴിയും. വായിച്ചാൽ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ആമേൻ. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ദൈവസഭ ഇറങ്ങി വരുന്ന വിഷയം അടുത്ത സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അപ്പൊ ദൈവം നമ്മളോട് വസിക്കാൻ വരുന്ന അവസ്ഥയാണ്. അടുത്ത അവൻ അവരോടുകൂടെ വസിക്കും, അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അടുത്ത അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഒന്നാമത് കണ്ണുനീർ തുടച്ചു കളയും. രണ്ട് മരണം എന്ന പ്രതിഭാസം മാറ്റപ്പെടുന്നു. ദുഃഖവും മുറവിളിയും കഷ്ടം. അപ്പൊ 5 കൂട്ടം കാര്യം. ഫൈനോസ് എല്ലാവരും നോട്ട് ചെയ്തേക്കണേ. വെളിപ്പാട് 21-ന്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗ്യങ്ങൾ 5 കൂട്ടം കാര്യങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കഷ്ടത, കണ്ണുനീര്, ദുഃഖം, മുറവിളി, മരണം ഒക്കെ നമ്മൾ പിടിച്ചിരിക്കുക. എന്നാൽ സ്വർഗീയ ആ പുതിയ യെരൂശലേമിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ, പുത്തനാം യെരൂശലേമിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അവസ്ഥ ദൈവം നമ്മോടുകൂടെ പാർക്കുന്ന ഒരു അനുഭവം. ഏദൻ പൂങ്കാവനത്തിൽ ആദാമും ഹവ്വയും ആയിരുന്ന സമയത്ത്, വെയിലാറുന്ന സമയത്ത് ദൈവം അവരോട് വന്ന് സംസർഗം ചെയ്തു എന്നൊക്കെ നമ്മൾ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടല്ലേ? ശരിയാണ്. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ പുതിയ നിയമ പഴയ നിയമ വിശുദ്ധന്മാരെല്ലാവരും കൂടി ചേർന്ന് അതിനൊത്തിരി തെറ്റായ വ്യാഖ്യാനങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തിയാ? കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, അടുത്ത് മരണമില്ലാത്ത ശരീരം നമുക്ക് ലഭിക്കാൻ പോവുക. നിങ്ങൾക്ക് സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ മരിച്ചു പോകുന്ന അവസ്ഥയിൽ നിൽക്കുക. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം, ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ മരിക്കുന്ന വീടുകളിൽ, പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുന്ന വീടുകളിൽ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും സഹിക്കാം. അതുപോലെ എന്തൊരു നിലവിളിയാ, ഇതെന്നൊന്നും മാറിക്കിട്ടും കർത്താവേ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വത്രം ഈ വചനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടാൻ പോവുകയാണ്. കർത്താവ് വന്ന് ദൈവസഭ മാറ്റപ്പെട്ട് ചില പ്രധാന വിഷയങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പുതിയ യെരൂശലേമിൽ നമ്മൾ വാസം തുടങ്ങുമ്പോൾ അവിടെ കഷ്ടതയില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, മരണമില്ല, നിത്യജീവൻ. മൊബൈലിൽ വാട്സപ്പിൽ മെസ്സേജ് കിടപ്പുണ്ട്, നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ് എന്നുള്ള ഒരു 5 എപ്പിസോഡ് കിടപ്പുണ്ട്. നിങ്ങളത് കേൾക്കണം. നിത്യജീവൻ നമുക്ക് കർത്താവ് തരാൻ പോവുക. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടപ്പാടുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഞെരുക്കമുണ്ട്, പ്രയാസമുണ്ട്, മരണമുണ്ട്, മുറവിളിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതിൽ കൂടിയൊക്കെ നമ്മൾ കടന്നു പോകണം. സമ്മിശ്രമാണ് ഇത് ജീവിതം. എന്നാൽ ഇതെല്ലാം മാറി മരണമില്ലാത്ത, യെശയ്യാ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അതെ, സങ്കല്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുന്നില്ല. കിട്ടുന്നില്ല എനിക്ക്. ഞാൻ അതുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞല്ലേ, അതെ, നമ്മളത് പ്രാർത്ഥിച്ചാൽ നമ്മൾ ആ പ്രത്യാശ കൊണ്ട് കർത്താവ് നിറയ്ക്കും. ആ ഒരു അനുഭവത്തിലേക്ക് വരുമെന്നുള്ളത്. അതിനെക്കുറിച്ചൊരു ഇമേജ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് അതിന് കിട്ടിയിട്ടില്ല. വേറെ വിഷയം കാണുന്നുണ്ട്. സ്തോത്രം. അതായത് ദൈവത്തെ കണ്ടിരുന്നു. ആദാം മനുഷ്യനായിരുന്നു, പക്ഷെ ദൈവത്തെ കണ്ടിരുന്നു. യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന സമയത്ത് അപ്പസ്തലന്മാര് കണ്ടിരുന്നു. അപ്പൊ ആത്മാവുള്ളവർക്ക് അവരുടെ വിഷൻ ശരിക്കും കാണാൻ പറ്റും, ആ ഫിഗർ കാണാൻ പറ്റും. ഈ അവസ്ഥയായിരിക്കും ഒരു പക്ഷേ നമ്മൾ വിളിച്ചിരിക്കുന്ന സ്ഥലത്തുള്ള കാഴ്ചപ്പാട്. അങ്ങനെ ആയിരിക്കാം. നമുക്കൊരു നിഗമനത്തിലേക്ക് എത്താം. പക്ഷെ ഇമേജ് ഉള്ളതുകൊണ്ട് കാണിച്ചത് അല്ല, നമുക്ക് ഈ വചനത്തിലേക്ക് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ചിന്തിച്ച കഴിഞ്ഞാല് യേശുക്രിസ്തു വചനം പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണ് നിലവിൽ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ മറന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവില. നമ്മൾ മരിച്ചവരാണെന്ന് ഉള്ള ബോധ്യത്തോടെ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ മരിച്ചവരാണെന്ന ബോധ്യത്തോടുകൂടി ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജഡശക്തികളെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. മരിച്ചിട്ടില്ല നമ്മൾ ആത്മീയമായി പാപത്തിൽ മരിച്ചു, നമ്മൾ ക്രിസ്തു നമ്മൾ ജീവിക്കുന്നു. പക്ഷെ നമ്മൾ ജീവിക്കണം. ഗലാത്യലേഖനം 2:20 വാക്യത്തിൽ എന്താ? ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, നീ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എനിക്ക് ജീവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ അവസ്ഥയിലേക്ക് നമ്മൾ വന്നിട്ടില്ല.
ആ അവസ്ഥയിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ആ അവസ്ഥയിൽ വന്നിട്ട് ഒരു അത് അതിൽ വന്നിട്ടുണ്ട്. വരാനായിട്ടുള്ള ആഗ്രഹത്തോടെ നമ്മളായിരിക്കുന്നു. നമ്മളെ പഠിപ്പിക്കുന്ന അതെ, സംഭവം ശരിയാ. എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും പല ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ട് ജീവിക്കുന്നത്, ഞാൻ ക്രിസ്തു എന്നിൽ ജീവിക്കുക. ആ ക്രിസ്തു നമ്മൾ ഇന്ന് ജീവിച്ചെങ്കിൽ നമുക്ക് പാപത്തെ ഒഴിവാക്കാൻ പറ്റും. അതെ, ആ അവസ്ഥയിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുക. വന്ന് പൂർണ്ണമായിട്ട് അവകാശപ്പെടാൻ പറ്റത്തില്ല എല്ലാവർക്കും. അതാന്റെ കാര്യം. അതെ, ആ പ്രോസസ്സിംഗിലേക്ക് നമ്മൾ ആയിരിക്കുന്നു. അതിന്റെ ബേസിക്കാണ് ഇത്. ഈ കൂട്ടായ്മയിൽ കടന്നു വരുന്നതിന്റെ കാരണം ആ പ്രോസസ്സിംഗിൽ നമ്മളായിരിക്കുന്നു. അതിലേക്ക് ഇങ്ങനെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്ക് സത്യത്തിൽ ഞാൻ എന്നെ വെളിപ്പെടുത്താൻ ഞാൻ പറയും, ഞാൻ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ബൈബിള് മാത്രം വായിക്കും. മറ്റൊരാളുടെ വാക്ക് കേട്ട് നമ്മൾ ബാധിക്കാനുള്ള പറയരുത്. ഇന്ന് രാവിലെ സഹോദരൻ എന്നോട് പറഞ്ഞ സമയത്ത് എനിക്ക് പോയി ഇത് കേൾക്കണം. ഞാൻ എല്ലാ കാര്യങ്ങളും ഒരാഗ്രഹത്തോടെ നമ്മൾ കടന്നു വന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വെളിപ്പാടുകളുടെ ആധിക്യത്താനുള്ള ഒരു വചനം കിട്ടുമെന്നുള്ള പ്രതീക്ഷ. സ്വത്രം നമ്മൾ ആ പ്രോസസ്സിംഗിൽ വന്നുകൊണ്ടിരിക്കുക. അത് ഞാൻ ആ വിഷയത്തെ കുറിച്ച് വേറെ വിഷയം കൂടി പറയാം. ഒരു വാക്യം പറഞ്ഞു, 7-ാം വാക്യം തോന്നുന്നത്, സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ ദൈവം അന്ധകാര ശക്തിയുടെ കീഴിൽ ബന്ധനത്തിലാക്കി ന്യായവിധി ദിവസം വരെ കാപ്പാനായിട്ട് അവർ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളായിരിക്കുന്ന അവസ്ഥ നമ്മൾ ബോധ്യപ്പെടണം. സ്വന്തം വാസസ്ഥലം എവിടെയാണെന്ന് അറിയണം. സ്വന്തം വാസത്തിലൂടെ ഞാൻ പറയുന്നത്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ജയിക്കും പറഞ്ഞു. നിങ്ങൾ ജീവിക്കുന്നത് ഇപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവിലാണ്. അപ്പൊ ക്രിസ്തു ഭൂമിയിൽ എങ്ങനെയാണോ ശ്രമിക്കാം. എനിക്ക് എന്റെ കാഴ്ചപ്പാട്. അതെ, അച്ഛൻ്റെ കാഴ്ചപ്പാട് ഞാനത് പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ചാട്ട്. അതായത് നമ്മള് ഒരു ആത്മീക തികവിലേക്ക്, ഒരു രൂപാന്തര ശരീരം പ്രാപിക്കത്തക്ക നിലയിലേക്ക് നമ്മുടെ അകത്തെ മനുഷ്യൻ വളർച്ച പ്രാപിച്ച് നല്ലൊരു ആത്മീയ നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ കാണില്ല. അതാണ് നമ്മളിപ്പോ പരിഹരിക്കുന്നത്. എന്തുകൊണ്ടാ നമുക്ക് എന്താ രോഗമെന്ന് നമ്മൾ നശിച്ചു പോയിരിക്കുന്ന കാര്യം നമ്മളായിട്ടില്ല. ഞാനത് അനേക ദേവദാസന്മാരുടെ ജീവിത ചരിത്രത്തിൽ പഠിച്ചെടുത്തൊരു വിഷയമാണ്. നമ്മളൊരു തികഞ്ഞ ആത്മീകനായി കഴിയുമ്പോൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ചേർത്ത്. പരിജ്ഞാനത്തിൽ നമ്മൾ ദൈവത്തെ ഗ്രഹിച്ചു കഴിയുമ്പോൾ ജീവിക്കാൻ പറ്റില്ല. ദൈവം നമ്മളെ മാറ്റപ്പെടും. അവർ ദൈവത്തോട് കൂടി ചേർന്ന് നടക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് കിട്ടിയത്. നല്ല കാര്യം. അപ്പോൾ ഇന്ന് പിൽക്കാലം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അപ്പോസ്തലന്മാർ തരുന്ന വചനത്തിന്റെ വെളിപ്പാടുകളും ഉപദേശങ്ങളും നമ്മൾ ഓരോന്നായിട്ട് പഠിച്ച് ധ്യാനിച്ച് അതിനനുസരിച്ച് ജീവിച്ചു കഴിയുമ്പോൾ ദൈവകൃപയിൽ നമ്മൾ നിലനിന്ന് ജീവിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച് ആത്മീയ വർധന പ്രാപിച്ച് ആത്മീയ നിറവ് പ്രാപിച്ച് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിന് സഭ ഒരു മൂല കാരണമാണ്. പക്ഷേ ഇന്ന് സഭ അങ്ങനെ ആയിരിക്കുന്നില്ല എന്നുള്ളതാണ് വേദനാജനകം. സഭ ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറിപ്പോയി. ഇന്ന് സഭയിൽ വരുന്നവർക്ക് ആത്മീയ വളർച്ചയോ ആത്മീയ വർധനവോ ആത്മീയ നിറവോ ലഭിക്കുന്നില്ല എന്നുള്ള വേദനാജനകമായ ഒരു അവസ്ഥ കണ്ട് ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നും ചിന്തിച്ചതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവസഭയെ ദൈവജനത്തെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുപോലെ അവരെ പഠിപ്പിക്കുക. അതാണ് എൻ്റെ പ്രധാന കാര്യം. നമ്മുടെ ആശയങ്ങളോ നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ താല്പര്യങ്ങളോ ഒന്നും നമ്മൾ സഭയെ അടിച്ചേൽപ്പിക്കരുത്. സ്തോത്രം. സഭ എന്ത് ചെയ്യണം? അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുപോലെ, അവർ പഠിപ്പിച്ച ഉപദേശം, അവരുടെ ആ കമ്മിറ്റ്മെന്റ്, അവരുടെ ആ ലക്ഷ്യം. ഇപ്പൊ പൗലൂസ് എന്താ പറയുന്നത്? പൗലൂസ് ഒരു വേദഭാഗത്ത് പറയുന്നത് കേട്ട് ഞാൻ അതിശയിച്ചു പോയി. നിങ്ങൾ എന്നെ അനുകരിപ്പിൻ. എന്തോ നിങ്ങൾ കേട്ടില്ലേ വാക്യം? നിങ്ങൾ എന്നെ അനുകരിപ്പിൻ. അടുത്ത ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. നിങ്ങൾ എന്നെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾ കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. അപ്പൊ കർത്താവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരെ നമ്മൾ അനുകരിക്കുക, അവരുടെ ഉപദേശം കേട്ട് അനുസരിക്കുക. അങ്ങനെ അനുസരിച്ച് കഴിയുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് നല്ല ഒരു ആത്മീയ നിലവാരത്തിലേക്ക് വരാനിടയായി തീരും. അതവിടെ നമ്മൾ വായിച്ച വാക്യം, ആ 20-ാം വാക്യം, 20-20, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ
വായിച്ചേ 20-20 ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 20-20 ജോയ് 20-20 വായിച്ചോട്ടെ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും വായിച്ചോ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ വീടുതോറും നിങ്ങൾ അറിയിച്ചു തന്നു ഉപദേശിക്കുകയും ചെയ്തു നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരവും കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അല്ല, പൗലോസിന്റെ ആ പ്രയോഗം ശ്രദ്ധിച്ചേ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ. സത്യത്തില് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് സഭയിൽ വിശ്വാസികൾക്ക് പ്രയോജനമുള്ള ഉപദേശങ്ങൾ, കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, സാഹോദര്യ ബന്ധത്തിൽ, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ, അപ്പനമ്മ ബന്ധത്തിൽ, അതിന് പ്രയോജനമുള്ള ഉപദേശങ്ങളാണ് അപ്പോസ്തലന്മാർ തരുന്നത്. അത് ആരും സഭയെ പഠിപ്പിക്കുന്നില്ല. അതിന്റെ ബലഹീനത സഭയ്ക്കുണ്ട്. ഞാൻ എത്തിക്കൊണ്ട് പറയാമെന്ന് ചിന്തിക്കരുത്. ഒരു ദിവസം ഞാനൊരു സഹോദരനോട് പറഞ്ഞു, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കാം. നിങ്ങളൊന്ന് വായിച്ചു. അപ്പോ നമ്മളിൽ ദൈവാത്മാവ് വസിച്ചാലല്ലേ ഉയർപ്പുള്ളൂ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പോലും പ്രാപിക്കാത്ത എത്ര വിശ്വാസി സഭയിൽ കിടപ്പുണ്ട്? എത്ര പേര് കിടപ്പുണ്ട്? പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് വരാതെ എത്രയോ പേര് സഭയിൽ കിടപ്പുണ്ട്. അവർ കർത്താവിൻ്റെ വേണ്ടി പോകാതിരിക്കുക, പക്ഷെ പോകത്തില്ല. ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തിയ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പൊ അഭിഷേകം പ്രാപിച്ച ആത്മാ നിറവിൽ ജീവിച്ചില്ലെങ്കിൽ എന്തില്ല? ഉയർപ്പില്ല. അപ്പൊ സഭയെ പോയി പാട്ടും പാടി ദശാംശം കൊടുത്ത് സ്വോത്രാശയം കൊടുത്ത് ഇങ്ങനെ മുമ്പോട്ട് പോയി വർഷങ്ങളായി ഇരിക്കുന്ന വിശ്വാസികൾ 2, 3, 4, 5, 10, 15 ആയ അഭിഷേകം പ്രാപിച്ച എത്ര പേർ സഭയിരിപ്പുണ്ട്? നമ്മൾ ഈ ഉപദേശം പോയി പറയുമ്പോഴാണ് ഇങ്ങനൊരു വാക്യം പുസ്തകത്തിലുണ്ടോ? ഇങ്ങനൊരു വാക്യം പുസ്തകത്തിലുണ്ടോ? എന്താ കാര്യം? അപ്പോ എനിക്ക് പറയാം. അപ്പൊ ഈ ഉപദേശം ഇത് ഒരു ശുശ്രൂഷ കഴിഞ്ഞോട്ടെ, നമുക്ക് ഡിസ്കസും ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. നമുക്ക് എന്താ അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ആ സഭയെ ഉപദേശം പഠിപ്പിക്കുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചർച്ചയോ വിഷയങ്ങളോ ഡിബേറ്റൊക്കെ നടത്താം. ഇതൊരു മെസ്സേജായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് ഇടയ്ക്കൊരു ഡിസ്റ്റർബ് ആകരുത്. അതുകൊണ്ട് ഞാൻ താഴ്മയോടെ പറയുക. അപ്പോൾ സഭയെ ഇവിടെ 20-20 എന്താ പറയുന്നത്? 20-20 ബുക്ക് ഓഫ് ആക്ട്സ് 20-20 എന്താ പറയുന്നത്? പറഞ്ഞേ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായി വീട് തോറും അവർ ചെയ്യുന്നു. നമ്മളിപ്പോ പ്രയോജനമില്ലാത്ത പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു പ്രയോജനമില്ലാത്ത കാര്യം. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ, നിങ്ങളാരും വിഷമിക്കരുത്. ഒരിക്കൽ ഒരു പാസ് അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ പോയി 6 മാസത്തെ വിസിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പുള്ളി സഭയിൽ വന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ പോകുന്ന സഭയിലത്തെ കാര്യമാണ് പറഞ്ഞു. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഒരു വിഷയം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? ഇപ്പൊ സഭയിൽ പാസ്റ്റർ പ്രസംഗമൊന്നും ചെയ്യുന്നില്ല, അമേരിക്കയിലെ വിവരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ, സഹോദര നിന്നെ കൊണ്ട് കൊള്ളൂലാഞ്ഞിട്ടാ. അതെന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞു? ഈ എഴുന്നേറ്റ് എന്ന് പറയണേ, എനിക്ക് അമേരിക്കൻ വിവരണങ്ങളൊന്നും ഞാൻ കേൾക്കണ്ട. ഞങ്ങളൊരു ദിവസം 8 മണിക്കൂർ 10 മണിക്കൂർ അധ്വാനിച്ചിട്ട്, ഒരാഴ്ച അധ്വാനിച്ചിട്ട് ഞായറാഴ്ച സഭയോഗത്തിന് വരുമ്പോൾ നിങ്ങളുടെ അമേരിക്ക ഈ ടൂർ യാത്രയും അതും ഇതൊന്നും കേൾക്കാനല്ലേ ഇരിക്കുക. ഞങ്ങൾക്ക് ശുദ്ധമായ വചനം, പത്രോസിന്റെ ഭാഷയെ പറഞ്ഞാൽ ദൈവവചനമെന്ന മായമില്ലാത്ത പാല് അത് ഞങ്ങൾക്ക് വേണം. ആ വചനത്തിൻ്റെ ആ വെളിപ്പാടുകളോ വചനത്തിൻ്റെ ഉപദേശങ്ങളോ ഞങ്ങൾക്ക് വേണം. ഇതൊക്കെ പാസ്റ്റർ വീട്ടിൽ ഫുഡ് കഴിക്കാൻ നേരത്ത് നിങ്ങൾ ഭാര്യയും മക്കളും കൂടി ഇരിക്കുമ്പോൾ ഈ യാത്രാ വിവരം പറഞ്ഞാൽ മതി, ഇതൊന്നും ഇവിടെ പറയേണ്ടെന്നുള്ള ആർജവം നമുക്കുണ്ടോ? ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, സഭയിൽ എന്ത് പറയണം, സഭയിൽ എന്ത് പഠിപ്പിക്കണമെന്ന് പൗലോസ് പറയുക. പ്രയോജനമുള്ളത്. പാസ്റ്റർ അമേരിക്കയിൽ പോയി അവിടെ പോയി കറങ്ങി അടിച്ച് നടന്നതൊക്കെ നമ്മൾ കേട്ടിട്ട് എന്ത് കിട്ടാൻ? നമുക്ക് എന്ത് കിട്ടാൻ? ഒരു പ്രയോജനമില്ല. അതേസമയത്ത് കൊലോസ് ലേഖനം എടുത്തിട്ട് കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 വാക്യം ഒന്ന് വായിച്ചേ. ആ പ്രയോജനമുള്ളതാണോ നമുക്ക് നോക്കാം. 3-ന്റെ 1 മുതൽ വാക്യം. എൻ്റെ ഒരു ഫേവറേറ്റ് മെസ്സേജാണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അപ്പൊ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഉയരത്തിലുള്ളത് അന്വേഷിക്കുക, ഉയരത്തിലുള്ളത് ചിന്തിക്കുക, ഉയരത്തിലെ കാര്യങ്ങൾ.
അങ്ങനെ ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ചെയ്യണമെങ്കിൽ ഉയരത്തിലെ കാര്യങ്ങൾ പ്രസംഗിക്കണ്ടേ? എന്നാലല്ലേ ചിന്ത വരുള്ളൂ. അങ്ങനെ വന്നാലല്ലേ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ ഓരോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. ആരാ? ഉയരത്തിലുള്ളത് ചിന്തിച്ച് ഉയരത്തിലുള്ളത് അന്വേഷിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ നടക്കുമോ? ഇപ്പൊ നമ്മൾ വെളിപ്പാട് പുസ്തകം 21:1 വാക്യം വായിച്ചത് ഭൂമിയിലുള്ള കാര്യമാണോ? ഉയരത്തിലുള്ളതല്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ സഭയെ ഉപദേശിച്ച് ആത്മീകരാക്കി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കണമെന്നൊരു ദൂത് കർത്താവ് നമുക്ക് തരികയാണ്. അടുത്ത അതിന്റെ 21 വാക്യം വായിക്കാം. അത് വായിച്ചു നമ്മളല്ലേ. 22 വരാം. 22 ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ്. ഒരു കർത്താവിന്റെ ദാസന് സംഭവിക്കുന്ന വിഷയങ്ങളാ ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. ഇപ്പൊ നമുക്ക് കാത്തിരിക്കുന്ന ഏതാ? അമേരിക്കൻ വിസ, ദുബായിലേക്കുള്ള വിസ. പാസ്റ്റർമാര് നിങ്ങൾ ആരെങ്കിലും ഈ വിദേശയാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ എനിക്ക് തടസ്സമൊന്നുമില്ല. വിദേശയാത്രയെന്ന് ഒരു ചിന്ത ഉണ്ടെങ്കിൽ എടുത്ത് തോട്ടിക്കളഞ്ഞേക്കണം. നിങ്ങളൊരു ജഡികനാകാൻ വേറെ ഒന്നും വേണ്ട. ഞാനൊരു ഒരു കോമൺ ട്രൂത്ത് പറയുക കേട്ടോ. കാരണം വിദേശത്ത് പോകരുതെന്നോ കർത്താവിലേക്ക് പോകരുതെന്നോ ഞാൻ പറയത്തില്ല. എന്നാൽ ചിലർക്ക് അതല്ല. ശുശ്രൂഷ മുഴുവൻ വിദേശത്താ. സത്യം പറഞ്ഞല്ല വാസു. ഇവിടെ ഒന്നും എനിക്കില്ല, എനിക്ക് വെളിയിലേക്കാ, അങ്ങോട്ടേക്കാ വെളി. അവിടെ പറയുള്ളൂ. അല്ല, പുതിയ ചക്രം കിട്ടണമെങ്കിൽ അവിടെ പോയി പറഞ്ഞാലേ കിട്ടുള്ളൂ. സ്വത്രം. പ്രയോജനമുള്ളത് മറച്ചു വയ്ക്കാതെ പുതിയ നിയമസഭയുടെ ഉപദേശം പഠിപ്പിച്ച് അവരെ ആത്മീകരാക്കിയാൽ അവർ സ്വർഗത്ത് പോകും. അതെവിടെ എഴുതി വെച്ചേക്കുന്നേ? പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ യാദൃച്ഛികമായിട്ട് വന്നുകൂടിയതാ. പക്ഷെ നമ്മൾ ഒത്തിരി പേരുണ്ട്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആവശ്യമായ വചനങ്ങൾ കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. അതിന് അടുത്ത വാക്യത്തിലേക്ക് വരാം. ബന്ധിക്കപ്പെട്ടവനായി പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ. അപ്പൊ പരിശുദ്ധാത്മാവ് പൗലോസിന് വേണ്ടി കാത്തിരിക്കുന്ന എന്തൊക്കെയാ? ബന്ധനങ്ങളും കഷ്ടങ്ങളും. നമുക്കിപ്പോ കഷ്ടത വേണ്ട. കഷ്ടത എന്ത് ചെയ്യണം? ആരും ചിരിക്കരുത്, വേറെ രീതിയിലും ചിന്തിക്കുകയും ചെയ്യരുത്. ഒരു സഹോദരൻ പറയാ, ഹേ കഷ്ടതേ, യേശുവിന്റെ നാമത്തിൽ പിശാചി. കഷ്ടത പിശാചി കൊണ്ടുവരിക. അപ്പൊ പൗലോസ് എഴുതി വെച്ച വചനത്തിന് എന്താ? പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായെന്ന് പൗലോസ് എഴുതി വെച്ചത് ഈ പുള്ളി പറഞ്ഞ തമ്മിൽ വല്ല ബന്ധമുണ്ട്? കഷ്ടതകളിലൂടെ നമ്മളെ തികഞ്ഞവരാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ടെങ്കിലും ഞാൻ ലോകത്തെ. ആ വാക്യത്തിന് എന്താ പ്രസക്തി? സഹോദരങ്ങളെ, വചനത്തിൽ നിന്ന് എത്രയോ നമ്മൾ അകന്നുപോയി സഭ. ഈ ഫേക്കായിട്ടുള്ള സന്ദേശങ്ങൾ സഭയെ പഠിപ്പിച്ച് പ്രസംഗിച്ച് കേട്ടിട്ട്, എനിക്കറിയാം പലരും അങ്ങനെയുള്ള ഫേക്കായിട്ടുള്ള പ്രസംഗങ്ങൾ കേട്ട് സന്തോഷിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല പ്യുവർ വചനം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പാസ് ഇതൊന്നും ഒരു വലിയ ഗുണങ്ങളൊന്നും, ഇതൊന്നും ഒരു ഉണർവില്ല, ഇത് കേട്ടിരിക്കാൻ സുഖമില്ല. പക്ഷേ സുഖമുണ്ട്. ഈ സുഖം അവസാനം ലൂക്കോസ് 16-ാം അധ്യായത്തിൽ കൊണ്ടെത്തിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. 16-ാം അധ്യായത്തിൽ ഒരുത്തൻ കിടപ്പുണ്ട്, ആഡംബരത്തോടെ സുഖിച്ച് പൊളച്ച് ജീവിച്ച ഒരു മനുഷ്യൻ. അവസാനം എന്ത് പറ്റി? ഒരു തുള്ളി വെള്ളമില്ലാതെ, അല്ലേ? അവന്റെ കരച്ചിൽ എന്തായിരുന്നു? ഞാൻ ഈ തീജ്വാലയിൽ കിടന്ന് ദാഹിക്കുന്നു, എൻ്റെ തൊണ്ടയിൽ നിന്നൊക്കെ ഒരു ലാസറിന്റെ വിരല് മുക്കി. ലാസറിന്റെ വിരൽ ഏതവസ്ഥയൊക്കെ ഇരിക്കുക? മാന്തി കരയിലൊക്കെ പൊറ്റയൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പൊ പുള്ളി പറയണ ആ പൊറ്റയൊക്കെ ഇരുന്നോട്ടെ, അതൊന്നും കുഴപ്പമില്ല, ഇച്ചിരി വെള്ളം അതിൽ മുക്കി ഇങ്ങോട്ട് സന്ദേശം മതി, ഞാനങ്ങ് തിന്നോളാം. ആ അവസ്ഥ, ഗതികെട്ട അവസ്ഥ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്തുണ്ടെങ്കിലും അതിൻ്റെ നടുവിലൂടെ കർത്താവിനെ സേവിച്ച് കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, അവൻ്റെ മനസ്സുള്ളവരായി നമുക്ക് ജീവിച്ചാൽ അക്കരെ ചെന്ന് കർത്താവിൻ്റെ സന്നിധി സന്തോഷിക്കാനിടയായി. അതാ ഇവിടെ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 24-ാം വാക്യത്തിലേക്ക് വരാം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ അടുത്ത് എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന്